പ്രമേഹം നിയന്ത്രിക്കുന്നതിനായിട്ട് പ്രമേഹ രോഗികൾ ശീലിക്കാവുന്ന ചില ഭക്ഷണ നിയന്ത്രണങ്ങൾ, ഭക്ഷണ രീതികൾ ഇന്നത്തെ വീഡിയോയിൽ പറയാം. ശ്രദ്ധിച്ചു കേൾക്കുക. ധാന്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ തവിട് കളയാത്ത ഓൾ ഗ്രെയിൻസ് ഉപയോഗിക്കാനായിട്ടാണ് ആധുനിക ശാസ്ത്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഓട്സ്, ബാർലി, ബ്രൗൺ റൈസ് ഇതെല്ലാം അതിന്റെ തൊലിയോടുകൂടെ തന്നെ ഉപയോഗിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. കാരണം ധാരാളം നാരുകൾ ചെല്ലുമ്പോൾ ശരീരത്തിലുണ്ടാവുന്ന കഫപിത്ത ദോഷങ്ങളെ ബാലൻസ് ചെയ്യുന്നതിന് സഹായകരമാവുന്നുണ്ട്. പ്രമേഹ രോഗികള് പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കുന്നതല്ലാണ് നിങ്ങൾക്കറിയാം. അതിൽ തന്നെ കോളിഫ്ലവറും ബ്രോക്കോളിയും ചീരയും കയ്പക്കയും, കാരവേലം എന്നാണ് സംസ്കൃത പദം. കയ്പക്ക ഇച്ചിരി കയ്പക്കയാണെങ്കിലും ഇതിന് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതിയാണ്. ഇതെല്ലാം നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്ന് ആധുനിക പഠനങ്ങളും തെളിയിക്കുന്നു. ഒരു ആധുനിക കാഴ്ചപ്പാടനുസരിച്ച് പയർവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതായിരിക്കും എന്ന് പറയുന്നു. ഇതിൽ ധാരാളം നാരുകളും പ്രോട്ടീനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഈ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ മുതിരയും ചെറുപയറും ഉണക്കപ്പയറും ഇത്തരം പയർവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്ന് ആധുനിക ശാസ്ത്രവും നിർദ്ദേശിക്കുന്നു. പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കേണ്ട പഴങ്ങളിൽപ്പെട്ട ഒന്നാണ് അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട്. ഇത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഗുണപ്രദമാണെന്ന് ആധുനിക പഠനങ്ങൾ അവകാശപ്പെടുന്നു. എണ്ണയുടെ ഉപയോഗം പൊതുവെ കുറയ്ക്കുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. പക്ഷെ എന്നിരുന്നാലും ഒലിവ് ഓയിൽ, വെർജിൻ ഒലിവ് ഓയിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് പ്രമേഹ രോഗികൾക്ക് നന്നായിരിക്കുമെന്ന് ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. നമ്മുടെ അടുക്കളയിലുള്ള ഭക്ഷണത്തിലെ ചില ചേരുവകളായ ഉലുവയും കറുവപ്പട്ടയും മഞ്ഞളും ജീരകവും ഇതൊക്കെ പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകരമായ സംഗതികളാണെന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതിൽ തെറ്റില്ല. ആയുർവേദ ഔഷധങ്ങളെ പറ്റി നോക്കുമ്പോൾ നെല്ലിക്കയും മഞ്ഞളും ഒരുവിധം പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകരമായ ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങളിൽ നെല്ലിക്കയും മഞ്ഞളും ധാരാളമായിട്ട് ചേർത്ത് വരുന്നത് കാണാം. പല രീതിയിലുള്ള ഹെർബൽ ടീ അത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിന് സഹായകരമാകുന്നതാണ്. പേരയില കൊണ്ട് ചായ ഉണ്ടാക്കാം, ഉലുവ കൊണ്ട് ചായ ഉണ്ടാക്കാം, കറുവപ്പട്ട അല്ലെങ്കിൽ ഇഞ്ചി ചായ ഇതൊക്കെ പ്രമേഹത്തെ നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാകുന്നു. ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകൾ ഇവിടെ കാണാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഐ ബട്ടണിലും എൻ സ്ക്രീനിലും ഉണ്ടാവും. മാമ്പഴവും മുന്തിരിങ്ങയും വാഴപ്പഴവും ഒക്കെ വളരെയധികം മധുരം അടങ്ങിയിട്ടുള്ള പഴങ്ങളായതുകൊണ്ട് നന്നായിട്ട് പഴുത്ത രീതിയിൽ ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. നന്നായി പഴുക്കുന്നതിന് മുൻപത്തെ അവസ്ഥയിൽ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആപ്പിള്, പേഴ്സ്, മാതള നാരകം, പൊമഗ്രാനൈറ്റ് ഇതൊക്കെ ഭക്ഷണത്തിലും മിതമായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഷുഗർ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. പഞ്ചസാരയും പലതരത്തിലുള്ള മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഇതെല്ലാം തീർച്ചയായിട്ടും ഒഴിവാക്കിയിരിക്കേണ്ടതാണ്. കൊഴുപ്പിന്റെ അംശം ധാരാളം അടങ്ങിയിട്ടുള്ളത് വറുത്തത്, പൊരിച്ചത്, എണ്ണയിലിട്ട് വറുത്ത സംഗതികൾ, ബേക്കറി സാധനങ്ങളൊക്കെ തന്നെ പ്രമേഹ രോഗികൾ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം. ഇത്തരം ഭക്ഷണ സാധനങ്ങൾ പ്രമേഹം വർദ്ധിപ്പിക്കും, അതുപോലെ തന്നെ അമിത ശരീരഭാരത്തിനും കാരണമാകുന്നുണ്ട്. തണുപ്പിച്ച ഭക്ഷണങ്ങൾ, ഫ്രിഡ്ജ് ഫ്രോസൺ ഫുഡ്, അതുപോലെ തണുപ്പിച്ച ശീതളപാനീയങ്ങളും കാർബണേറ്റഡ് ഡ്രിങ്ക്സും എല്ലാം തന്നെ ദഹനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം സംഗതികൾ പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഉപ്പ് ചേർത്ത് തയ്യാറാക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ശീലിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. മിതമായ രീതിയിൽ അല്പം മാത്രം ഉപ്പ് ശീലിക്കുക. കാരണം അത് രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കും, പ്രമേഹത്തെയും വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതായത് ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ഇടയാക്കുന്നുണ്ട് ഉപ്പിന്റെ അമിതമായ ഉപയോഗം നടത്തും. അതുകൊണ്ടാണ് ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പ്രമേഹ രോഗികൾ അറിഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ മാത്രം, ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ശീലമാക്കുക. കൂടെ കിട്ടിയത് കഴിക്കുന്ന രീതി ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ അമിതമായ ഭക്ഷണശീലങ്ങളും നിയന്ത്രിക്കേണ്ടതാണ്. കാരണം പ്രമേഹത്തോടനുബന്ധിച്ച് അമിത ശരീരഭാരത്തിനും അതുവഴി ഹൃദ്രോഗത്തിനും ഫാറ്റി ലിവറിനും ഹൈ കൊളസ്ട്രോളിനും എല്ലാം കാരണമാകാൻ ഇടയുണ്ട്. പതിവായിട്ട് 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കുന്ന ശീലമാക്കുക. അത് ഉഷ്ണകാലങ്ങളിലൊക്കെ അല്പം കൂടിപ്പോയാലും വിരോധമില്ല. ഇതുവരെ പറഞ്ഞതിൽ പ്രമേഹ രോഗികൾ ഏറ്റവും ചിട്ടയോടെ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ക്രമമായ വ്യായാമം ശീലിക്കണം. യോഗ, പ്രാണായാമം, അതുപോലെ വജ്രാസനം ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. സൂര്യ നമസ്കാരം ശീലിക്കാം. നടത്തം നല്ലതാണ്. ഒരു അരമണിക്കൂറെങ്കിലും ദിവസേന പതിവായിട്ട് നടക്കുന്നതും ശീലമാക്കുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പ്രമേഹ രോഗികൾക്കും അതുപോലെ പ്രമേഹം വന്നിട്ടുണ്ടോ എന്ന് ഭയപ്പെടുന്നവർക്കും ഇവിടെ കൊടുത്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഡോക്ടർ സേവ്യർ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.